നിധായ ഹൃദി വിശ്വേശം വിധായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയതേ തർക്കസംഗ്രഹ. അന്നംഭട്ടൻ എഴുതിയിട്ടുള്ള തർക്കസംഗ്രഹത്തിലെ ആദ്യത്തെ പംക്തി നമ്മൾ നോക്കി. ദ്രവ്യഗുണകർമ്മ സാമാന്യവിശേഷ സമവായാഭാവാഹ സപ്തപദാർത്ഥാഹ. 7 പദാർത്ഥങ്ങളാണുള്ളത്. ദ്രവ്യം, ഗുണഃ, കർമ്മ, സാമാന്യം, വിശേഷഃ, സമവായഃ, അഭാവഃ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പംക്തി നോക്കാം. തത്ര ദ്രവ്യാണി പൃഥിവ്യപ്തേജോ വായുവാകാശ കാലദിഗാത്മ മനാംസി നവൈവ. അപ്പോൾ സപ്തപദാർത്ഥങ്ങളിൽ ആദ്യത്തെ പദാർത്ഥമാണ് ദ്രവ്യം. ആ ദ്രവ്യത്തിനെ 9 വിധത്തിൽ തരംതിരിക്കുകയാണ്. ദ്രവ്യങ്ങൾ 9 വിധത്തിലുണ്ട് എന്ന് പറയുകയാണ് ഈ പംക്തിയിൽ. തത്ര ദ്രവ്യാണി പൃഥിവ്യപ്തേജോ വായു ആകാശ കാല ദിഗാത്മ മനാംസി നവൈവ. 9 ദ്രവ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? പൃഥിവി, ആപഃ, തേജഃ, വായുഃ, ആകാശഃ, കാലഃ, ദിക്, ആത്മാ, മനഃ എന്നിങ്ങനെ 9 ദ്രവ്യങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത പംക്തിയിൽ, ഇനി ഓരോ പംക്തിയിൽ 7 പദാർത്ഥങ്ങൾ എത്ര വിധത്തിലുണ്ട് എന്നാണ് പറയണത്. ആദ്യത്തേൽ ഇപ്പോൾ ദ്രവ്യം 9 ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത പദാർത്ഥം ഏതാണ്? ഗുണഃ. അത് 24 എണ്ണമാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണിക്കുകയാണ് അടുത്ത പംക്തിയിൽ. രൂപരസഗന്ധ സ്പർശ സംഖ്യാ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വാപരത്വ ഗുരുത്വ ദ്രവത്വ സ്നേഹ ശബ്ദ ബുദ്ധി സുഖ ദുഃഖേച്ഛ ദ്വേഷ പ്രയത്ന ധർമാധർമ്മ സംസ്കാരാഹ 24 ഗുണാഹ എന്നിങ്ങനെ പറയുന്നു. രൂപരസഗന്ധ സ്പർശ സംഖ്യാ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വാപരത്വ ഗുരുത്വ ദ്രവത്വ സ്നേഹ ശബ്ദ ബുദ്ധി സുഖ ദുഃഖേച്ഛ ദ്വേഷ പ്രയത്ന ധർമാധർമ്മ സംസ്കാരാഹ 24 ഗുണാഹ. ഗുണാഹ 24. 24 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? രൂപം, രസഃ, ഗന്ധഃ, സ്പർശഃ, സംഖ്യ, പരിമാണം, പൃഥക്ത്വം, സംയോഗഃ, വിഭാഗഃ, പരത്വം, അപരത്വം, ഗുരുത്വം, ദ്രവത്വം, സ്നേഹഃ, ശബ്ദഃ, ബുദ്ധിഃ, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷഃ, പ്രയത്നഃ, ധർമ്മഃ, അധർമ്മഃ, സംസ്കാരഃ എന്നിങ്ങനെ 24 ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്ത പംക്തിയിൽ പറയുന്നത് കർമ്മങ്ങൾ. ദ്രവ്യ ഗുണ കർമ്മ. കർമ്മമാണ് 3ാമത്തെ പദാർത്ഥം. അപ്പോൾ കർമ്മ എത്ര തരത്തിലുണ്ടെന്ന് പറയുന്നു. ഉത്ക്ഷേപണ, അപക്ഷേപണ, കുഞ്ചന, പ്രസാരണ, ഗമനാനി പഞ്ചകർമാണി. ഉത്ക്ഷേപണ, അപക്ഷേപണ, കുഞ്ചന, പ്രസാരണ, ഗമനാനി പഞ്ചകർമാണി. 5 വിധത്തിലാണ് കർമ്മങ്ങൾ. ഏതൊക്കെയാണ്? ഉത്ക്ഷേപണം, അപക്ഷേപണം, ആകുഞ്ചനം, പ്രസാരണം, ഗമനം. ഇങ്ങനെ 5 തരത്തിലാണ് കർമ്മം എന്ന് പറയുന്നു. ഇനി അടുത്ത പംക്തിയിൽ പറയുന്നു സാമാന്യം. ദ്രവ്യഗുണകർമ്മ സാമാന്യം ആണല്ലോ. അപ്പോൾ സാമാന്യത്തെ പറയുന്നു. പരമപരം ചേതി ദ്വിവിധം സാമാന്യം. സാമാന്യം 2 തരത്തിലുണ്ട്. പരമപരം ചേതി ദ്വിവിധം സാമാന്യം. പരസാമാന്യമെന്നും അപരസാമാന്യമെന്നും സാമാന്യം 2 വിധത്തിലുണ്ട്. ഇനി അടുത്ത പംക്തിയിൽ അടുത്ത പദാർത്ഥമായിട്ടുള്ള വിശേഷത്തിനെ പറ്റിയിട്ട് പറയാണ്. നിത്യദ്രവ്യവൃത്തയോ വിശേഷാസ്ത്വനന്ത ഏവ. നിത്യദ്രവ്യവൃത്തയോ വിശേഷാസ്ത്വനന്ത ഏവ. വിശേഷാഹ അനന്ത ഏവ. വിശേഷങ്ങൾ അനന്തങ്ങളാണ്, ഇൻഫൈനൈറ്റാണ്. അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. നിത്യദ്രവ്യവൃത്തിയുമാണ്. നിത്യദ്രവ്യങ്ങളിൽ ഇരിക്കുന്ന ഒരു പദാർത്ഥമാണ് വിശേഷം എന്ന് പറയുന്നത്. നിത്യദ്രവ്യങ്ങളിലിരിക്കുന്ന ഒരു പദാർത്ഥമാണ് വിശേഷം എന്ന് പറയുന്നത്. അവ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അനന്തങ്ങളാണ്, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും. നിത്യദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദ്രവ്യം നമ്മൾ പറഞ്ഞു എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്.
പൃഥിവ്യപ്തേജോ വായു ആകാശ കാല ദിഗ ആത്മാ മനംസി നവ ഇവ 9 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദ്രവ്യങ്ങളിൽ ചിലതൊക്കെ നിത്യമാണ് എന്നതിൽ നിന്ന് കിട്ടി. നിത്യദ്രവ്യങ്ങളിൽ ഇരിക്കുന്നവയാണ് വിശേഷം എന്ന് പറയുമ്പോൾ നിത്യദ്രവ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ദ്രവ്യങ്ങളിൽ നിത്യമായിട്ടുള്ളത് എന്താണ്, ഏതൊക്കെയാണ് നിത്യമായിട്ടുള്ളത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. അതിനു മുമ്പ് നിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. നിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യത്വം എന്ന് പറഞ്ഞാൽ ഉത്പത്തി നാശരഹിതത്വം നിത്യത്വം. ഉത്പത്തി നാശരഹിതത്വം നിത്യത്വം, അതായത് ഉത്പത്തിയുമില്ല നാശവുമില്ല, അങ്ങനെ ഒരു പദാർത്ഥം ഉണ്ടെങ്കിൽ അതിനെ നിത്യമെന്ന് പറയും. ഉത്പത്തിയുമില്ല നാശവുമില്ല, അതായത് ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല, അങ്ങനെ ഒരു പദാർത്ഥമുണ്ടെങ്കിൽ ആ പദാർത്ഥത്തിനെ നിത്യപദാർത്ഥം എന്ന് പറയും. അപ്പോൾ അനിത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അനിത്യം എന്ന് പറഞ്ഞാൽ ഉത്പത്തിമത്വം എന്ന് പറയാം, അല്ലെങ്കിൽ നാശവത്വം എന്ന് പറയാം. അതായത് ഉത്പത്തിമത്വം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ഒരു പദാർത്ഥം ഉണ്ടാകുന്നതാണെങ്കിൽ അത് അനിത്യമാണെന്ന് പറയാം. അഥവാ നാശവത്വം, ഒരു പദാർത്ഥം നശിക്കുന്നതാണെങ്കിൽ അതിനെയും എന്തു പറയാം? അനിത്യമാണെന്ന് പറയാം. ഉത്പത്തിയുമില്ല നാശവുമില്ല, അങ്ങനെ ഒരു പദാർത്ഥമുണ്ടെങ്കിൽ അതിനെ നിത്യപദാർത്ഥം എന്ന് പറയാം. അപ്പോൾ നിത്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പത്തി നാശരഹിതത്വം നിത്യത്വം എന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? വിശേഷം നിത്യദ്രവ്യവൃത്തയ വിശേഷാഹ. നിത്യദ്രവ്യങ്ങളിൽ വൃത്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നർത്ഥം. നിത്യദ്രവ്യങ്ങളിൽ ഇരിക്കുന്ന പദാർത്ഥമാണ് വിശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ നിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിത്യത്വം എന്ന് പറഞ്ഞാൽ ഉത്പത്തി നാശരഹിതത്വം, ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല, അതിനെയാണ് നിത്യപദാർത്ഥം എന്ന് പറയാമെന്ന് മനസ്സിലായി. അപ്പോൾ ദ്രവ്യങ്ങളിൽ ഏതൊക്കെയാണ് നിത്യമായിട്ടുള്ളത്, ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല എന്നുള്ള രൂപത്തിലുള്ള ധർമ്മം ഏതൊക്കെ ദ്രവ്യങ്ങളിലാണുള്ളത് എന്ന് ഇവിടെ ചോദ്യം വന്നു. അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ കണ്ടുപിടിച്ചാലാണല്ലോ, അതിലാണല്ലോ വിശേഷം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, പൃഥിവ്യപ്തേജോ വായൂനാം പരമാണവഃ ആകാശാദി പഞ്ചകം ച നിത്യദ്രവ്യാണി എന്ന്. പൃഥിവ്യപ്തേജോ വായൂനാം പരമാണവഃ ആകാശാദി പഞ്ചകം ച നിത്യദ്രവ്യാണി. അതായത് പൃഥിവി, ആപഹ എന്ന് പറഞ്ഞാൽ ജലം, പൃഥിവ്യപ് തേജസ്, വായു ഇവയുടെ പരമാണുക്കൾ നിത്യമാണ്. ഇവയുടെ പരമാണുക്കൾ നിത്യമാണ്. പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റംസ് എന്ന് പറയുമല്ലോ, ആ ഒരു ഇത് തന്നെ. അതായത് ഇപ്പോൾ ഒരു വസ്തുവിനെ എടുത്തു നമ്മൾ, അതിനെ ഡിവൈഡ് ചെയ്ത് പോയി ഏറ്റവും അവസാനം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിനെ ആണല്ലോ ആറ്റം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം, ഒരു വസ്തുവിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. അങ്ങനെയുള്ള ആ പരമാണുക്കൾ നിത്യങ്ങളാണ്. എന്തിൻ്റെയൊക്കെ? പൃഥിവിയുടെ, ജലത്തിൻ്റെ, തേജസ്സിൻ്റെ, വായുവിൻ്റെ, ഇവയുടെയൊക്കെ പരമാണുക്കൾ നിത്യമാണ്. പിന്നെയോ ആകാശാദി പഞ്ചകം ച, ആകാശം തുടങ്ങിയിട്ടുള്ള 5 എണ്ണവും. ആകാശ, കാലഹ, ദിഗ്, ആത്മാ, മനഃ, ഈ 5 എണ്ണവും നിത്യദ്രവ്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് നിത്യദ്രവ്യങ്ങൾ? പൃഥിവ്യപ്തേജോ വായൂനാം പരമാണവഃ ആകാശാദി പഞ്ചകം ച നിത്യദ്രവ്യാണി എന്ന് കിട്ടി. അപ്പോൾ വിശേഷത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നിത്യദ്രവ്യവൃത്തയ വിശേഷാഹ, നിത്യദ്രവ്യങ്ങളിലിരിക്കുന്ന പദാർത്ഥമാണ് വിശേഷം എന്ന് പറയുമ്പോൾ എവിടെ ഇരിക്കുന്ന പദാർത്ഥമാണ് വിശേഷം എന്ന് കിട്ടി? പൃഥിവ്യപ്തേജോ വായൂനാം പരമാണുക്കളിലും പിന്നെ ആകാശാദി പഞ്ചകത്തിലും ഇരിക്കുന്നു. എന്തിരിക്കുന്നു? വിശേഷം എന്ന പദാർത്ഥം ഇരിക്കുന്നു എന്ന് കിട്ടി. ഇനി അടുത്തത് സമവായ എന്ന 7ാമത്തെ പദാർത്ഥത്തെയാണ് അടുത്ത പങ്ക്തിയിൽ പറയുന്നത്. സമവായസ്ത്വേക ഏവ, സമവായം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമവായം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, സമവായ എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധമാണ്.
അതായത് സംയോഗ, സമവായ എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സംബന്ധങ്ങൾ ന്യായശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ന്യായശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ഇതിൽ സംയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോഗ സംബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു. അപ്പോൾ ആ മേശയും പുസ്തകവും തമ്മിലുള്ള കോണ്ടാക്റ്റ്, സംബന്ധം, അതിനെയാണ് സംയോഗം എന്ന് പറയുന്നത്. ഇനി ആ മേശപ്പുറത്ത് നിന്ന് പുസ്തകം എടുത്തു മാറ്റി കഴിഞ്ഞാൽ അവിടെ മേശയും പുസ്തകവും തമ്മിൽ സംയോഗ സംബന്ധം ഇല്ല എന്ന് പറയണം. അതായത് രണ്ട് ദ്രവ്യങ്ങൾ തമ്മിൽ മാത്രമേ സംയോഗം എന്ന സംബന്ധം ഉണ്ടാവുള്ളൂ. അപ്പോൾ മേശ ദ്രവ്യമാണ്, പുസ്തകം ദ്രവ്യമാണ്. അപ്പോൾ ദ്രവ്യയോരേവ സംയോഗ എന്നുണ്ട്. ഇനി അപ്പോൾ ഇതാണ് സംയോഗ സംബന്ധം. ഇവിടെ ഇപ്പോൾ പറയുന്നത് സമവായ സംബന്ധമാണ്. അപ്പോൾ എന്താണ് സമവായ സംബന്ധം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പുസ്തകത്തിൽ പേജിൻ്റെ നിറം എന്താണ്? വെള്ള നിറമാണ്. ഈ പുസ്തകത്തിലെ ഈ പേജിൻ്റെ വെള്ള നിറത്തെയും പുസ്തകത്തെയും നമുക്ക് വേറെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ വെള്ള നിറവും ഈ പുസ്തകവും തമ്മിലുള്ള സംബന്ധം സമവായ സംബന്ധമാണ്. അതായത് വേർതിരിച്ചെടുത്ത് കാണിക്കാൻ പറ്റാത്ത കോണ്ടാക്റ്റ് സംബന്ധത്തിനെയാണ് സമവായ സംബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്. നമുക്ക് ഈ ഫാനിനെയും ആ കറങ്ങൽ എന്നുള്ള കർമ്മത്തിനെയും വേർതിരിച്ചെടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഫാനും ആ കറക്കവും തമ്മിലുള്ള സംബന്ധം, കോണ്ടാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സമവായ സംബന്ധം എന്ന് പറയണം. അപ്പോൾ രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ വേർതിരിച്ച് കാണിക്കാൻ, പിരിച്ച് കാണിക്കാൻ പറ്റാത്ത ഒരു കോണ്ടാക്റ്റ് സംബന്ധമുണ്ടെങ്കിൽ അതിനെയാണ് സമവായ സംബന്ധം എന്ന് പറയുന്നത്. അതാണ് സമവായ സ്ത്വേക ഏവ, സമവായ സംബന്ധം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ പദാർത്ഥങ്ങൾ തമ്മിലാണ് സമവായ സംബന്ധമുള്ളത് ഉണ്ടാവുക എന്ന് പറയാം. ഇവിടെ 7 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധം ഉണ്ടാകും. ഒന്നാമത്തേത്, അതായത് നൂലും വസ്ത്രവും എടുക്കാം. ഒരു വസ്ത്രമുണ്ടാക്കുന്നത് ഒരുപാട് നൂലുകൾ കൊണ്ടാണ്. അപ്പോൾ നൂല് എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്, വസ്ത്രം എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്. പക്ഷേ ഈ വസ്ത്രത്തിനെയും നൂലിനെയും വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല. ഇത് നൂലുകളൊന്നുമില്ലാതെ ഇതാണ് വസ്ത്രം എന്ന് വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം നൂലുകളുടെ ഒരു കൂട്ടമാണ് വസ്ത്രം. അപ്പോൾ ഈ നൂലും വസ്ത്രവും, വസ്ത്രത്തിന് പടഹ എന്ന് പറയും, തന്തുഹു നൂല്. അപ്പോൾ ഈ പടവും തന്തുവും തമ്മിലുള്ള സംബന്ധത്തിനെ സമവായ സംബന്ധം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധമുണ്ടാകും എന്നുള്ള ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്. ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്. അതിന് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാൽപ്പായസം ഒരു ദ്രവ്യമാണ്, അതെടുത്തു. അതിലുള്ള ഒരു ഗുണമാണ് രസഹ എന്നുള്ളത്, സ്വാദ്, രസഹ. അപ്പോൾ നമുക്ക് ഇതാണ് പാൽപ്പായസം, ഇതാണ് അതിൻ്റെ സ്വാദ് എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ച് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതാണ് ദ്രവ്യവും ഗുണവും തമ്മിൽ വേർതിരിച്ച് കാണിക്കാൻ പറ്റാത്തൊരു സംബന്ധമാണ് ഉള്ളത്.
ആ സംബന്ധമാണ് സമവായ സംബന്ധം. അപ്പോൾ ഇപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി. ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധമാണ്, ഉദാഹരണം തന്തുഹു പടഹ. രണ്ടാമത്തേത് ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്, ഉദാഹരണം പാൽപ്പായസം, മധുരരസം. ഇനി മൂന്നാമത്തെ കേസ്, ദ്രവ്യവും കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്. ദ്രവ്യവും കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്. ഇപ്പോൾ ഒരു ഡാൻസർ നൃത്തം ചെയ്യുന്നു. നൃത്തം എന്ന് പറയുമ്പോൾ ഒരു കർമ്മം, അല്ലെങ്കിൽ വേണ്ട, ഒരാൾ നടക്കുന്നു. നടക്കുക എന്ന് പറയുന്നത് ഒരു കർമ്മം. അപ്പോൾ ഈ നടക്കലിനെ ഇയാളിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇയാൾ എന്ന് പറയുന്നത്, നടക്കുന്ന ആൾ എന്ന് പറയുന്നത് ദ്രവ്യം, നടക്കൽ എന്ന് പറയുന്നത് കർമ്മം. അപ്പോൾ ദ്രവ്യവും കർമ്മവും തമ്മിൽ വേർപിരിച്ച് കാണിക്കാൻ പറ്റാത്തൊരു സംബന്ധമാണുള്ളത്. ആ സംബന്ധത്തിനെ സമവായ സംബന്ധം എന്ന് പറയുന്നു. അപ്പോൾ എത്ര കേസ് കിട്ടി? ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധമാണ്, ഉദാഹരണം തന്തുഹു പടഹ. ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്, ഉദാഹരണം പാൽപ്പായസം, മധുരരസം. ദ്രവ്യവും കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്, ഉദാഹരണം ഒരു മനുഷ്യനും നടക്കലും. ഇനി അടുത്ത കേസ്, ദ്രവ്യവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. ഈ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സപ്തപദാർത്ഥങ്ങളിൽ സാമാന്യം എന്നൊരു പദാർത്ഥത്തെ പഠിച്ചു. അതിൻ്റെ മറ്റൊരു പേരാണ് ജാതിഹി എന്നുള്ളത്. അപ്പോൾ ഈ ദ്രവ്യവും സാമാന്യവും തമ്മിൽ സമവായ സംബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാമാന്യം എന്ന് പറയാണ്ട് ജാതി എന്നും പറയണു. ഒരേ സാമാന്യം തന്നെയാണ് ജാതി, വേറൊരു പേരാണെന്ന് മാത്രം. അപ്പോൾ ദ്രവ്യവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അതിനുദാഹരണം ഘടഹ കുടം. ഘടത്തിൽ എന്തുണ്ട്? ഘടത്വം ഉണ്ട്. ഇപ്പം മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഘടത്തിൽ ഘടത്വമുണ്ട്. അപ്പോൾ ഈ ഘടത്വത്തിനെയാണ് ജാതി എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യത്വം എന്നുള്ളതിനെയാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുടമാണ്, ഇത് ഘടമാണ്, ഇതിലുള്ള ഘടത്വമാണ് എന്ന് നമുക്ക് വേർതിരിച്ച് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് മനുഷ്യനാണ്, ഇത് മനുഷ്യത്വമാണ് എന്ന് വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ദ്രവ്യവും അതിലുള്ള ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് ഘടവും ഘടത്വവും തമ്മിൽ, അഥവാ മനുഷ്യനും മനുഷ്യത്വവും തമ്മിൽ സമവായ സംബന്ധമാണെന്ന് കിട്ടി. ഇപ്പോൾ 4 കേസുകൾ പഠിച്ചു. ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധമാണ്, തന്തുഹു പടഹ. ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്, പാൽപ്പായസം, മധുരരസം. ദ്രവ്യവും കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്, ഒരാളും നടക്കലും. ഇനി ദ്രവ്യവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്, ഘടവും ഘടത്വവും. ഇനി അടുത്തത് ഗുണവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. ഗുണവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. ഇപ്പോൾ ഒരു ഗുണത്തിന് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ 24 ഗുണങ്ങൾ പറഞ്ഞു. രൂപരസഗന്ധ സ്പർശ സംഖ്യാപരിമാണ എന്ന് തുടങ്ങി 24 ഗുണങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ഗുണമാണ് രൂപം. രൂപം എന്ന് പറഞ്ഞാൽ കളർ എന്നർത്ഥം, നിറം. ഈ രൂപവും അതിലുള്ള ജാതിയാണ് രൂപത്വം എന്ന് പറയുന്നത്. രൂപത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറം എടുത്തു കഴിഞ്ഞാൽ പീത നിറവും പീതത്വം, അതിലുള്ള ജാതിയാണ് പീതത്വം. അത് രണ്ടും തമ്മിൽ സമവായ സംബന്ധമാണ്. അപ്പോൾ ഗുണവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ് എന്നുള്ളത് 5ാമത്തെ കേസ് കിട്ടി. ഇനി 6ാമത്തെ കേസ് എന്താണ്? കർമ്മവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. കർമ്മവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ് എന്ന് കിട്ടി. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു കർമ്മം എടുക്കാം. ഉത്ക്ഷേപണം എന്നൊരു കർമ്മം. അതായത്
ഉത്ക്ഷേപണം എന്നൊരു കർമ്മം. ആ ഉത്ക്ഷേപണം എന്ന കർമ്മത്തിലുള്ള ജാതിയാണ് ഉത്ക്ഷേപണത്വം എന്നുള്ളത്. അപ്പോൾ ഉത്ക്ഷേപണവും ഉത്ക്ഷേപണത്വവും തമ്മിൽ സമവായ സംബന്ധമാണ്. അതാണ് 6ാമത്തെ കേസ്. ഇനി 7ാമത്തെ കാര്യം, വിശേഷവും നിത്യദ്രവ്യവും തമ്മിൽ സമവായ സംബന്ധമാണ്. വിശേഷത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിത്യദ്രവ്യവൃത്തയ വിശേഷാഹ, നിത്യദ്രവ്യങ്ങളിലിരിക്കുന്ന പദാർത്ഥത്തിനെയാണ് വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിത്യദ്രവ്യങ്ങളിൽ വിശേഷം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് സംബന്ധം കൊണ്ടാണ് ഇരിക്കുന്നത്? ആ നിത്യദ്രവ്യവും വിശേഷവും തമ്മിലുള്ള കോണ്ടാക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ സമവായ സംബന്ധം കൊണ്ടാണ് ഇരിക്കുന്നത്. വിട്ടുപിരിയാൻ പറ്റാത്ത സംബന്ധം കൊണ്ടാണ് വിശേഷം നിത്യദ്രവ്യത്തിൽ ഇരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ 7 കാര്യങ്ങൾ സമവായ സംബന്ധം ഏതൊക്കെ പദാർത്ഥങ്ങൾ തമ്മിലാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഒന്നും കൂടിയും പറയാം. ചില ദ്രവ്യങ്ങൾ തമ്മിൽ സമവായ സംബന്ധമാണ്. 1, ദ്രവ്യവും ഗുണവും തമ്മിൽ സമവായ സംബന്ധമാണ്. 2, ദ്രവ്യവും കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്. 3, ദ്രവ്യവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. 4, ഗുണവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. 5, കർമ്മവും ജാതിയും തമ്മിൽ സമവായ സംബന്ധമാണ്. 6, വിശേഷവും നിത്യദ്രവ്യവും തമ്മിൽ സമവായ സംബന്ധമാണ്. ഇങ്ങനെ 7 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ സമവായസ്ത്വേക ഏവ എന്നൊരു പങ്ക്തിയുമേ തുടങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയത്. ഇനി അടുത്ത 7ാമത്തെ പദാർത്ഥത്തിനെ പറ്റി പറയുന്നു. അഭാവഃ, അതാണ് 7ാമത്തെ പദാർത്ഥം. അഭാവശ്ചതുർവിധഃ പ്രാഗഭാവഃ പ്രധ്വംസാഭാവഃ അത്യന്താഭാവഃ അന്യോന്യാഭാവശ്ചേതി. അഭാവശ്ചതുർവിധഃ, അഭാവം 4 വിധത്തിലാണുള്ളത്. പ്രാഗഭാവഃ, പ്രാഗഭാവം, പ്രധ്വംസാഭാവഃ, അത്യന്താഭാവഃ, അന്യോന്യാഭാവഃ. ഇങ്ങനെ അഭാവം 4 തരത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഇതുവരെ വായിക്കാം. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാഭാവാഃ സപ്തപദാർത്ഥാഃ തത്ര ദ്രവ്യാണി പൃഥിവ്യപ്തേജോ വായുവാകാശ കാലദിഗാത്മ മനാംസി നവൈവ രൂപരസഗന്ധസ്പർശ സംഖ്യാ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വാപരത്വ ഗുരുത്വ ദ്രവത്വ സ്നേഹ ശബ്ദ ബുദ്ധി സുഖദുഃഖേച്ഛാ ദ്വേഷ പ്രയത്ന ധർമാധർമ്മ സംസ്കാരാഃ ചതുർവിംശതിർഗുണാഃ ഉത്ക്ഷേപണാപക്ഷേപണാകുഞ്ചന പ്രസാരണഗമനാനി പഞ്ചകർമാണി പരമപരം ചേതി ദ്വിവിധം സാമാന്യം നിത്യദ്രവ്യവൃത്തയോ വിശേഷാസ്ത്വനന്താ ഏവ സമവായസ്ത്വേക ഏവ അഭാവശ്ചതുർവിധഃ പ്രാഗഭാവഃ പ്രധ്വംസാഭാവഃ അത്യന്താഭാവഃ അന്യോന്യാഭാവശ്ചേതി. ഇപ്പോൾ ഒരു സാമാന്യമായിട്ട് എല്ലാ പദാർത്ഥങ്ങളെയും ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദ്രവ്യം എന്ന് നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ്. ഇപ്പോൾ ദ്രവ്യത്തിന് ഉദാഹരണമായിട്ട് ഫാൻ എടുക്കുക എന്ന് വിചാരിക്കുക. ഫാൻ എടുക്കാം. വ്യജനം എന്ന് പറയാം. വ്യജനം എടുക്കുകയാണ്. ഇനി ഗുണത്തിന് ഉദാഹരണമായിട്ട് രൂപം എടുക്കുകയാണ്, അതായത് കളറ്. ഇപ്പോൾ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഫാനാണെന്ന് വിചാരിക്കുക. രക്ത നിറത്തിലുള്ള ഫാനാണ്. അപ്പോൾ ദ്രവ്യം ഫാൻ, അതിലുള്ള രക്തനിറം ഗുണം, ഇനി രൂപം. പിന്നെ കർമ്മം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫാൻ കറങ്ങാണ്. അപ്പോൾ കറങ്ങൽ എന്നുള്ളത് ഫാനിലുള്ള കർമ്മം. പിന്നെന്താണ്? ദ്രവ്യഗുണകർമ്മ സാമാന്യം എടുക്കുകയാണെങ്കിൽ ജാതിയാണ്. വ്യജനത്തിലുള്ള വ്യജനത്വം എന്നുള്ളത് ജാതി. പിന്നെ ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷം സമവായ, വിശേഷം വേണ്ട, സമവായം എടുക്കുകയാണെങ്കിൽ ഫാൻ എന്ന ദ്രവ്യവും കറങ്ങൽ എന്ന കർമ്മവും തമ്മിൽ സമവായ സംബന്ധമാണ്. ഈ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇവിടെ അടുത്തതായിട്ട് ഇപ്പോൾ എല്ലാ 7 പദാർത്ഥങ്ങളുടെയും പേരുകൾ നിർദ്ദേശിക്കുകയാണ് ഇതുവരെ ചെയ്തത്. എത്ര തരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി
ആദ്യം നമ്മൾ 9 ദ്രവ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ 9 ദ്രവ്യങ്ങളിലെ ആദ്യത്തേതായിട്ടുള്ള പൃഥിവ്യപ്തേജോ വായുവാകാശ കാലദിഗാത്മ മനാംസി നവ ഇവ എന്ന് പറഞ്ഞല്ലോ 9 ദ്രവ്യങ്ങൾ. അതിൽ ആദ്യത്തെ ദ്രവ്യമായിട്ടുള്ള പൃഥിവിയെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് പൃഥിവിയുടെ ലക്ഷണം, അത് എത്ര തരത്തിലുണ്ട് എന്നൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പൃഥിവിയുടെ ലക്ഷണം പറയാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാം. അപ്പോൾ പൃഥിവിയുടെ ലക്ഷണം പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമാണ് പൃഥിവി. എന്തിൻ്റെ ലക്ഷണമാണോ പറയുന്നത് അതാണ് ലക്ഷ്യം. യസ്യ ലക്ഷണമുച്യത്തെ തത് ലക്ഷ്യം, ലക്ഷ്യഭിന്നം അലക്ഷ്യം. എന്തിൻ്റെ ലക്ഷണമാണോ പറയാൻ പോകുന്നത് അതാണ് ലക്ഷ്യം, ലക്ഷ്യമല്ലാത്തത് അലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പൃഥിവിയുടെ ലക്ഷണമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പൃഥിവിയാണ് ഇവിടെ ലക്ഷ്യം, ലക്ഷ്യാ പൃഥിവി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ലക്ഷണം എന്ന് പറഞ്ഞാൽ ദൂഷണത്രയരഹിതോ ധർമ്മ ലക്ഷണം. ദൂഷണത്രയരഹിതോ ധർമ്മ ലക്ഷണം. 3 ദോഷങ്ങളില്ലാത്ത ധർമ്മത്തിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. 3 ദോഷങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ധർമ്മത്തിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിപദാർത്ഥ. ധർമ്മം എന്ന് പറഞ്ഞാൽ വൃത്തിപദാർത്ഥ. ഇപ്പോൾ ഘടത്തിൽ ഘടത്വം എന്ന ധർമ്മമുണ്ടെന്ന് പറയാം. ഘടത്തിലിരിക്കുന്ന പദാർത്ഥത്തിനെ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ 3 ദോഷങ്ങളില്ലാത്ത ഒരു ധർമ്മത്തിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ദോഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവ എന്ന് പറയുന്നു. അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവ. ഒന്നാമത്തെ ദോഷമാണ് അതിവ്യാപ്തി. അതിവ്യാപ്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലുമുണ്ടാകുക അലക്ഷ്യത്തിലുമുണ്ടാകുക എന്നൊരു ധർമ്മത്തിനെയാണ് അതിവ്യാപ്തി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം പറയുന്നത് ഗോഹോ ലക്ഷണം. പശുവിൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചോദ്യം. ഗോഹോ ലക്ഷണം കിം? അപ്പോൾ അവിടെ പറയാണ് ശൃംഗിത്വം ഗോർലക്ഷണം. ശൃംഗിത്വം ഗോർലക്ഷണം. കൊമ്പ് എന്നുള്ളതാണ് പശുവിൻ്റെ ലക്ഷണം. കൊമ്പുള്ള എന്തൊരു ജീവിയുണ്ടോ അതാണ് പശു എന്ന്. അപ്പോൾ ഈ കൊമ്പ് എന്നുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ വൃത്തിപദാർത്ഥ. കൊമ്പ് എന്നുള്ളത് പശുവിലിരിക്കുന്ന ഒരു ധർമ്മമാണല്ലോ. അപ്പോൾ കൊമ്പ് എന്ന് പറയുന്നത് ലക്ഷ്യവൃത്തിയാണ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യസ്യ ലക്ഷണമുച്യതേ തത് ലക്ഷ്യം. പശുവിൻ്റെ ലക്ഷണമാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് പശു ലക്ഷ്യം. അപ്പം ലക്ഷ്യവൃത്തിയാണ് കൊമ്പ് എന്ന് പറയുന്നത്. പശുവിൽ കൊമ്പുണ്ട്. ലക്ഷ്യമായിട്ടുള്ള പശുവിൽ വൃത്തിയാണ് കൊമ്പുണ്ട്. അതുകൊണ്ട് ലക്ഷ്യവൃത്തിയാണ് കൊമ്പ്. പക്ഷേ അലക്ഷ്യവൃത്തിയുമാണ് കൊമ്പ്. ആട് അലക്ഷ്യമാണ് അല്ലേ? ലക്ഷ്യഭിന്നം അലക്ഷ്യം. ലക്ഷ്യമല്ലാത്തതൊക്കെ അലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്യം പശുവാണ്. അപ്പോൾ ആട് എന്ന് പറയുന്നത് ഇവിടെ, അല്ലെങ്കിൽ അജം മഹിഷം, ഇതൊക്കെ ഇവിടെ അലക്ഷ്യങ്ങളാണ്. ഈ അജത്തിലും മഹിഷത്തിലൊക്കെ എന്തുണ്ട്? കൊമ്പുണ്ട് അല്ലേ? അപ്പോൾ ഈ കൊമ്പ് എന്നുള്ള ലക്ഷണത്തിൽ ധർമ്മത്തിൽ എന്തു വന്നു? ലക്ഷ്യവൃത്തിത്വേ സതി അലക്ഷ്യവൃത്തിത്വം എന്ന അതിവ്യാപ്തി എന്ന ദോഷം വന്നു. അപ്പോൾ ദൂഷണത്രയരഹിതോ ധർമ്മ ലക്ഷണം. ഇനി പറയാൻ പോകുന്ന 2 ദോഷങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതിവ്യാപ്തി അടക്കമുള്ള 3
ദോഷങ്ങളില്ലാത്ത ധർമ്മത്തിനെ ലക്ഷണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൊമ്പ് എന്ന് പറയുന്ന ധർമ്മത്തിൽ എന്തു വന്നു? അതിവ്യാപ്തി എന്ന ദോഷം വന്നു. ലക്ഷ്യവൃത്തിത്വേ സതി അലക്ഷ്യവൃത്തിത്വം, ഇതാണ് അതിവ്യാപ്തി. ഈ ദോഷം ഈ കൊമ്പ് എന്നുള്ള ലക്ഷണത്തിൽ വന്നു. അതുകൊണ്ട് കൊമ്പിനെ പശുവിൻ്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ലക്ഷണം എന്ന് പറയുമ്പോൾ മറ്റെവിടെയും കാണാത്ത ഒരു ധർമ്മത്തിനെ പറയണം, ഈ ഒരു വസ്തുവിൽ മാത്രമുള്ള ധർമ്മത്തിനെ പറയണം, എന്നാലേ അത് ലക്ഷണമാവുള്ളൂ. ഇനി രണ്ടാമത്തെ ദോഷമാണ് അവ്യാപ്തി. അവ്യാപ്തിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷ്യൈകദേശവൃത്തിത്വേ സതി ലക്ഷ്യൈകദേശ അവൃത്തിത്വം. ലക്ഷ്യൈകദേശവൃത്തിത്വേ സതി ലക്ഷ്യൈകദേശ അവൃത്തിത്വം. ലക്ഷ്യത്തിൻ്റെ ഏകദേശത്തിൽ വൃത്തിയായിരിക്കുന്നു, അതേസമയം ലക്ഷ്യത്തിൻ്റെ ഏകദേശത്തിൽ അവൃത്തിയുമായിരിക്കുന്നു. അതായത് ഇപ്പോൾ പശുവിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദ്യം. അപ്പോൾ പറയാണ്, അപ്പോൾ പറയുന്നു കപിലത്വം ഗോർലക്ഷണം. കപില നിറമുള്ള, അതായത് തവിട്ട് നിറം, ചെമ്പിച്ച തവിട്ട് നിറം എന്നൊക്കെ അർത്ഥം. തവിട്ട് നിറമുള്ള അതെന്തോ അതാണ് പശു എന്ന് ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ലക്ഷ്യൈകദേശവൃത്തിത്വം. ഈ ഒരു ധർമ്മം എന്ന് പറയുന്നത് ലക്ഷ്യൈകദേശത്തിൽ വൃത്തിയാണ്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ പശുവാണ്, ഗൗഹു. ഈ പശുവിൻ്റെ ലക്ഷ്യ ഏകദേശം എന്ന് പറയുന്നത് കപില നിറമുള്ള പശുക്കൾ. ആ കപില നിറമുള്ള പശുക്കളിൽ കപിലത്വം വൃത്തിയാണ്, കപിലത്വം എന്നുള്ള ധർമ്മമുണ്ട്, ശരിയാണ്. പക്ഷേ ലക്ഷ്യൈകദേശ അവൃത്തിയുമാണ് കപിലത്വം. ലക്ഷ്യം എന്താണ്? ഗൗഹു, പശുവാണ്. ലക്ഷ്യത്തിൻ്റെ ഏകദേശം എന്ന് പറയുന്നത് വെള്ള പശുവിനെ എടുക്കാം, ശ്വേതഗൗഹു. അപ്പോൾ ശ്വേതഗൗഹു പശുവിൽ അവൃത്തിയാണ് കപിലത്വം, അതിൽ കപിലത്വം ഇല്ല. അപ്പം കപിലത്വം എന്ന ധർമ്മത്തിൽ ലക്ഷ്യൈകദേശ വൃത്തിത്വേ സതി ലക്ഷ്യൈകദേശ അവൃത്തിത്വം എന്ന അവ്യാപ്തി ദോഷം വരികയാണ്. അപ്പോൾ അവ്യാപ്തി എന്ന ദോഷമുള്ളത് കൊണ്ട് ദൂഷണത്രയരഹിതമായിട്ടുള്ള ധർമ്മമാകണം ലക്ഷണം എന്നുള്ളത് കൊണ്ടും കപിലത്വം എന്നുള്ളത് പശുവിൻ്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ദോഷമാണ് അസംഭവ. അസംഭവം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാത്ര അവൃത്തിത്വം എന്നതാണ് അസംഭവത്തിൻ്റെ ലക്ഷണം. ലക്ഷ്യമാത്ര അവൃത്തിത്വം, ലക്ഷ്യത്തിലെവിടെയും ഉണ്ടാവില്ല അങ്ങനൊരു ധർമ്മം. അതായത് ഇപ്പോൾ ഗോഹോ ലക്ഷണം കിം എന്ന ചോദ്യം. അപ്പോൾ പറയാണ് ഏകശഭവത്വം ഗോർലക്ഷണം. ഒറ്റക്കുളമ്പുള്ള ജീവി ഏതാണോ അതാണ് പശു എന്ന് പറയാണ്. അപ്പോൾ ഈ ഒറ്റക്കുളമ്പ് എന്നുള്ള ധർമ്മം, ഏകശഭവത്വം എന്നുള്ള ധർമ്മം ലക്ഷ്യമാത്ര ആവൃത്തിയാണ്. അതായത് ലക്ഷ്യാഗൗഹു, ഇവിടെ ലക്ഷണം പറയുന്നത് പശുവിൻ്റെയാണ്, അതുകൊണ്ട് ലക്ഷ്യാഗൗഹു. ഒരു പശുവിൽ പോലും ഏകശഭവത്വം എന്നുള്ള ധർമ്മം കാണാനില്ല. അതുകൊണ്ട് ലക്ഷ്യമാത്ര ആവൃത്തിയാണ് ഏകശഭവത്വം എന്നുള്ള ധർമ്മം. അപ്പോൾ ലക്ഷ്യമാത്ര ആവൃത്തിത്വം ഏകശഭവത്വം എന്ന ധർമ്മത്തിൽ വന്നു. അപ്പോൾ അസംഭവ ദോഷം കൊണ്ട് ദൂഷിതമാണ് ഈ ഒരു ധർമ്മം. അപ്പോൾ അതുകൊണ്ട് ഏകശഭവത്വം എന്നുള്ളത് പശുവിൻ്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് പശുവിൻ്റെ ലക്ഷണമെന്ന് ചോദിച്ചാൽ സാസ്നാദിമത്വം എന്ന് പറയണം. അതായത് കഴുത്തിന് താഴെ തൂങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് സാസ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാസ്നയോട് കൂടിയ ഒരു ജീവി ഏതാണോ അതിനെയാണ് പശു എന്ന് പറയുന്നത്. ഈ സാസ്ന പശുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാസ്ന എന്നുള്ള ധർമ്മത്തിൽ അതിവ്യാപ്തിയോ അവ്യാപ്തിയോ അസംഭവമോ ഒന്നും വരില്ല. അതിവ്യാപ്തി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അലക്ഷ്യങ്ങളായിട്ടുള്ള പശുവായി അല്ലാത്ത ഒരു ജീവിയിലും സാസ്നയില്ല, അതുകൊണ്ട് അതിവ്യാപ്തി വരില്ല. എല്ലാ പശുക്കളിലും സാസ്ന ഉണ്ട്, അതുകൊണ്ട് അവ്യാപ്തി വരില്ല.
അതുപോലെ എല്ലാ അസംഭവവും അപ്പോൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ദൂഷണത്രയരഹിതമായിട്ടുള്ള ധർമ്മം, ഈ അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവം എന്നുള്ള 3 ദോഷങ്ങളും ഇല്ലാത്ത ഒരു ധർമ്മമാണ് സാസ്നാദിമത്വം. അതുകൊണ്ട് സാസ്നാദിമത്വം എന്നുള്ളത് പശുവിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ലക്ഷണം പറയുമ്പോൾ ഈ 3 ദോഷങ്ങളും വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ഇനി 9 ദ്രവ്യങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള പൃഥിവിയുടെ ലക്ഷണം പറയാൻ പോകുന്നത്. തത്ര ഗന്ധവതി പൃഥിവി സാ ദ്വിവിധ നിത്യ അനിത്യാ ച. നിത്യാഃ പരമാണുരൂപാഃ അനിത്യാഃ കാര്യരൂപാഃ പുനസ്ത്രിവിധാഃ ശരീരേന്ദ്രിയവിഷയഭേദാത്. ശരീരമസ്മദാദീനാം ഇന്ദ്രിയം ഗന്ധഗ്രാഹകം ഘ്രാണം തച്ച നാസാഗ്രവർത്തി വിഷയോ മൃത്പാഷാണാദിഃ. തത്ര ഗന്ധവതി പൃഥിവി. ഗന്ധവതി പൃഥിവി, ഗന്ധമുള്ളതേതോ അതാണ് പൃഥിവി. ഈ വാക്യത്തിൽ പൃഥിവിയുടെ ലക്ഷണത്തെ നമുക്ക് കാണിച്ചു തരാണ് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് പൃഥിവിയുടെ ലക്ഷണം എന്ന് ചോദിച്ചാൽ ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം എന്ന് പറയണം. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം എന്ന് പറയണം. ഗന്ധവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗന്ധ എന്നാണ് അർത്ഥം. അപ്പോൾ ഗന്ധമാണ് പൃഥിവിയുടെ ലക്ഷണം. അപ്പോൾ ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം എന്ന് പറയാം, അഥവാ ഗന്ധ പൃഥിവ്യാഹ ലക്ഷണം എന്ന് പറയാം. ഗന്ധമുള്ളത് ഏതാണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൃഥിവി എന്ന് വിളിക്കുന്നത്. ഗന്ധം എന്ന് വെച്ചാൽ സ്മെല്ല്. ഇനി പൃഥിവിയെ 2ആയിട്ട് തിരിക്കുകയാണ്. സാ ദ്വിവിധ നിത്യ അനിത്യാച്ച. അവൾ, ആ പൃഥിവി സ്ത്രീലിംഗാണ്. അപ്പോൾ സാ അവൾ ദ്വിവിധ, പൃഥിവി 2 തരത്തിലാണുള്ളത്.